ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. വേറെ ഒന്നല്ല, നമ്മുടെ ഓട്ടുപാത്രങ്ങൾ പെട്ടെന്ന് ഒരു ആയാസം കൂടാണ്ട് നമുക്ക് വെളുപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല തിളക്കമുള്ളതാക്കാനായിട്ട് പറ്റിയ ഒരു മാർഗമുണ്ട്. വേഗം കഴിയും. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വിളക്കിൻ്റെ അവസ്ഥ. നമ്മൾ വൃത്തിയാക്കാൻ പോവാണ്. എങ്ങനെയാണ്? പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതാ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ വിനേഗർ. ഇതധികം വിലയൊന്നുമില്ല, എന്തോ 10-16 രൂപ, അങ്ങനെ എന്തോ 14 രൂപ അങ്ങനെ എന്തോ ഇല്ല, 30 രൂപ ഉണ്ടല്ലോ ഇനി. 30 രൂപ. 30 രൂപയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ 20 സംതിങ് നമുക്കിത് കിട്ടും. കണ്ട, ഇത്രയുള്ളൊരു കുപ്പിയാണേ. ഇത് അധികമൊന്നും വേണ്ട. പിന്നെ ഇതാ സോപ്പ് ഓയിൽ, ഡിഷ് വാഷ്. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്യാം. ഡിഷ് വാഷും ഇതും കൂടി മിക്സ് ചെയ്യാം. എന്താ, ഡിഷ് വാഷ് ഒഴിക്കുക. അപ്പോൾ ഈ ഓട്ടുപാത്രത്തിൽ തന്നെ ഒഴിച്ച് വെച്ചോട്ടെ. അപ്പോൾ ഇതാ ഇത്ര മതി. ഡിഷ് വാഷ്, കുറച്ച് വിനേഗർ. ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ എടുക്കാം. എന്നിട്ട് ഇത് വെച്ച് ഇപ്പോൾ വിളക്ക് വെളുക്കണുണ്ടോളോ. ഇതിൽ മുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അധികം ബലമൊന്നും കൊടുക്കണ്ട. പണ്ട് നമ്മൾ പുളിയും ചാരൊക്കെ ഇട്ട് പിടിക്കുന്ന ഒരു പരിപാടിയില്ല. പിന്നെ ഒരു പൊടി കിട്ടും. ആ പൊടിയൊക്കെ കിട്ടുന്ന കുറേ നേരിട്ട് ഉറക്കും. അതിൻ്റെ ഒന്നൊരാവശ്യമില്ല. ഈ സാധനം കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പൊളിക്കും. നോക്കിയേ, കണ്ട, 2 മിനിറ്റ് കൊണ്ട് ടപ്പേന്നും പറഞ്ഞ് വെളുത്ത്. വേഗം കഴിയും. എന്താ കളർ വന്നത്? പെട്ടെന്ന് കഴിയും. ഓട്ടുപാത്രങ്ങൾ ഇനി ഇപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ കുറേ നാൾ കഴിഞ്ഞ്, പണ്ടൊന്നും ഇതറിയില്ലായിരുന്നു. അതുപോലെ തന്നെ വിനേഗർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇറച്ചി ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ക്ലീൻ ആവും. പിന്നെ കിച്ചൺ സിങ്ക്, പാത്രങ്ങളുടെ കറ കളയാൻ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണ്ട. നമുക്ക് കഷ്ടപ്പാട് ഓർക്കാൻ വേണ്ട മടി വരിക. ഇത് എളുപ്പമുള്ള പരിപാടി ആയതുകൊണ്ട് വേഗം കഴിയും. പിന്നെ ഇങ്ങനെ തിളങ്ങിയിരിക്കുകയും ചെയ്യും. ഇന്നും മഴയാണ്. മഴ ദിവസം തുടർച്ചയായ 4-ാം ദിവസവും മാളൂന് പഠിപ്പില്ല. പക്ഷെ ട്യൂഷനുണ്ട്. ചോട്ടാണെങ്കിലോ ഭയങ്കര പണിയില്ല. നോക്കിയേ, ചോട്ടിനൊരു മുടി ഇങ്ങനെ കെട്ടലാണ് പണി. ഇതെന്താ, മുഖത്തൊക്കെ എന്തൊക്കെയോ തേച്ചിട്ടുണ്ടല്ലോ, കളർ എന്തൊക്കെയോ തേച്ചിട്ടുണ്ടല്ലോ. ചേട്ടൻ വണ്ടിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ അക്കുമോനിട്ടാ. ഹായ് പറയ്. പിന്നെ വീഡിയോ എടുക്കുമ്പോ ഹായ് പറയണ്ടേ? കുട്ടി പറഞ്ഞാണ് ശരി. ഈ വെള്ളത്തിൽ കൂടി ഓടിക്കാൻ പിന്നെയും കഴിയിട്ട് എന്താ കാര്യം? പിന്നൊന്ന് ഓടിച്ചോണ്ട് വരുമ്പോഴത്തേന് അത് വീണ്ടും ചെളിയാ. ഓ ശോ, കഷ്ടായിപ്പോയി. എനിക്കറിയില്ല ഓട്ടാരണാക്കിയത്. ചോട്ടുവാണോ ഓട്ടാക്കിയത്? സീറ്റുമേൽ ഈ മുഖത്ത് എന്താണ് ഈ ചെയ്ത് വെച്ചത്? നോക്കി ഇങ്ങോട്ട്.
എന്താണ് മുഖത്തോരോ പാടുകള്? എന്തൊക്കെയോ പെയിന്റ് ഒക്കെ എടുത്ത് അടിച്ചേക്കാണ്. ലവ് ബേർഡ്സ് ഇരിക്കുന്നുണ്ടോ? ഹലോ, വീഡിയോയിൽ അഭിനയിക്കണ്ട? താല്പര്യമുണ്ടോ? ഇല്ലെന്നോന്നേ, അതിലോട്ട് കയറിപ്പോണം. താല്പര്യമില്ലേ? താല്പര്യമുണ്ടോ? താല്പര്യമില്ലേ? ഓ, ഭയങ്കര താല്പര്യമില്ലെങ്കിൽ വേണ്ട. മഴക്ക് ഒരു കുറവില്ല, വെള്ളത്തിന് ഒരു കുറവില്ല. വെള്ളം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കണം. ഒഴുകി പോണുണ്ട്. എവിടെ? ചോട്ടന് കുളിക്കണ്ടേ? കേറിക്ക്. ഓ സന്തോഷമായി. ആ വെള്ളത്തിൽ നിന്ന് കയറിക്ക. കണ്ട, ഇതിനാണ് വേറെ ഉടുപ്പിടണമെന്ന്. ആ വായോ, കുളിച്ചിട്ട് നമുക്ക് വേറെ ഉടുപ്പിടാ. വായോ വായോ. പപ്പ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. വാ ബാ ബാ, വേം വാ. ആള് പോയി. അത് വരൂപ്പ, നമുക്ക് കുളിക്കാം. ചോട്ടു തല കടിക്കുന്നുണ്ടാ? ഫാനുണ്ടാ ചോട്ടുവിന്റെ തലയില്? ഇന്നത്തെ ദിവസം വളരെ മൂടിയായിട്ടുള്ള ദിവസം കണ്ട. അന്തരീക്ഷമൊക്കെ അതുപോലെ തന്നെ. ചോട്ടു എന്തെടുക്കാണ്? പുസ്തകം കീറല്ലേ? എന്തെടുക്കുക? കീറാൻ പാടുണ്ടോ? അവിടെ വെക്കണ്ട. എവിടെയാണ് ഈ കയറിയിരിക്കണ? അക്കച്ചിയുടെ മേശയിലാ? അക്കച്ചി പിണങ്ങൂലേ? അക്കച്ചി പിണങ്ങൂല്ലേ ചോട്ടൂന? അക്കച്ചി പിണങ്ങൂലേ? എന്തുവാ എഴുതുന്നേ? മാമേ? ഏത് മാമ? ആ പാട്ടൊന്ന് പാടിയ ചോട്ടു. ചോട്ടിനറിയാവുന്നൊരു പാട്ടുണ്ടല്ലോ, ഒന്ന് പാട്. എൻ്റെ അമ്മേ. ഓ അതല്ല, മറ്റേ പാട്ടാ, ഹിന്ദി പാട്ട്. ആ അത് തമിഴല്ലേ? അന്നത് പാട്. എന്താണ് പാടാത്ത? മോശം. കൺമണി പാട്. പാട്. അയ്യേ, അതെന്തു പാട്ട്? അതങ്ങനെയല്ലല്ല കൺമണിപ്പാട്ട്. കൺമണിപ്പാട്ട് പാട്. കൺമണി പാടി. കൺമണി അമ്പൂരിക്കാരല്ലേ ഞാനോട് കരിമയമ്മേ ഒന്നപ്പാക്കല് കവലയില് മുട്ടിട് എവിടെ ആള് മുട്ടിട്. എവിടെയാണ് മുട്ടണത്? എവിടെയാണോ? പിന്നെ വേറെ പാട്ടറിയാല? താരാട്ട് പാടി. അത് പാടിയേ പാട്.
പാട്. അങ്ങനെ കാണിക്കല്ലേ. പരീക്ഷ ഉണ്ട്. ഒരു പുസ്തകമാണ് ഈ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കച്ചിയുടെ പുസ്തകമല്ലേ. കീറരുത്, കീറാൻ പാടില്ല, അടിയിട്ടും. കണ്ടാ ചെയ്യണത് എല്ലാവരും കാണും. ഇത് വീഡിയോയിൽ ചോട്ടുൻ്റെ കുറുമ്പ് എല്ലാവരും കാണട്ടെ. ഈ ചോട്ട് കുറുമ്പത്തിയാണോ മാതങ്കി? ഓഹ്, പേരെന്താ? ആ, മാതങ്കി മനോജ്. അക്കച്ചിയുടെ പേരെന്താ? ലയകൃഷ്ണ അമ്മയല്ലേ? അക്കച്ചിയുടെ പേര് അല്ലല്ല, ദേവാങ്കന. പറ. പപ്പട പേരെന്താണ്? മനോജ് പപ്പട പേര്. ചോട്ടുന്റെ പേര് അച്ഛടെ പേരെന്താണ്? അടിപൊളിയായിട്ട് പറഞ്ഞല്ലോ ഇപ്പ. സൂപ്പറായിട്ട് പറഞ്ഞല്ലോ. ഗുഡ് ഗേൾ അല്ല. വരക്ക. മാതങ്കിന്ന് എഴുതട്ടെ എന്ന് പറ, വരക്കല്ല, എഴുതട്ടെ. അംഗനവാടി പോണ ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. ടീച്ചറിന്റെ പേരെന്താണ്? സുജാത. അംഗനവാടിയില പരീക്ഷ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലേ ചോട്ടു? ഇന്ന് ഞങ്ങള് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. വിളക്ക് ക്ലീൻ ചെയ്യണ വീഡിയോ അമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. എളുപ്പത്തിൽ ക്ലീൻ ചെയ്യണത്. എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യണ വീഡിയോ? എങ്ങനെയാണ് വിളക്ക് ക്ലീൻ ചെയ്യണത്? ചൊറുക്കൊഴിക്കുക, വിനാഗിരി ഒഴിക്കുക, സോപ്പ് ഓയിൽ ഒഴിക്കുക, മിക്സ് ചെയ്യുക, വിളക്ക് വേഗം കഴുകിയെടുക്കുക. പറഞ്ഞേ ബായ് എന്ന് പറഞ്ഞ. എല്ലാവർക്കും ബായ് എന്ന് പറഞ്ഞേ. വീഡിയോ ഷെയർ ചെയ്യാ. പറയ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അയ്യോ, അങ്ങനെ അറിയില്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ടച്ച് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക പറഞ്ഞേ. പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പൊ ടാറ്റ പറഞ്ഞ. എല്ലാവർക്കും ബായ് എന്ന് പറഞ്ഞേ. പറയടാ, ഇവിടെ നോക്കിട്ട് ടാറ്റ. ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുത്ത എല്ലാവർക്കും. ബായ്.